അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് സൂറത്തുൽ ഫാത്തിഹയുടെ 1-2 വചനങ്ങളെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ 3-ാമത്തെ വചനത്തെക്കുറിച്ചാണ്. നമുക്കത് ഓതാൻ ആരംഭിക്കാം. അർ-റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയുടെ 7 വചനങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകിൽ അത് മീമിൽ അവസാനിക്കും, അല്ലെങ്കിൽ അത് നൂനിൽ അവസാനിക്കും. ഇപ്പം ഈ ആയത്ത് മീമിലാണ് അവസാനിക്കുന്നത്. അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ പരമകാരുണ്യകൻ, അർ-റഹീം കരുണാനിധിയായവൻ. അള്ളാഹുവിൻ്റെ 2 വിശേഷണങ്ങളാണ്. ഇപ്പം നമ്മുടെ മക്കൾ ജനിക്കുമ്പോൾ, നമ്മുടെ പേരമക്കൾ ജനിക്കുമ്പോൾ നമ്മൾ ചില പേരുകളൊക്കെ കണ്ടുവെക്കും. നാസർ എന്നും ആദിൽ എന്നും അഷ്റഫ് എന്നും ഒക്കെ ഇങ്ങനെ പല പേരുകൾ. നാസർ എന്ന് പറഞ്ഞാൽ സഹായി എന്നാണ്, ആദിൽ നീതിമാൻ, അഷ്റഫ് ഉത്തമൻ. ഈ പേരിൻ്റെ ഗുണങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ പേരിൻ്റെ ഗുണങ്ങൾ ആ കുഞ്ഞുങ്ങളിൽ അതുണ്ടാകുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ പടച്ച റബ്ബിൻ്റെ ഈ വിശേഷണം അർ-റഹ്മാൻ, അവൻ പരമകാരുണ്യകനാണ്. അർ-റഹീം കരുണാനിധിയാണ്. പടച്ച റബ്ബിൻ്റെ അതിമഹത്തായ കാരുണ്യമാണ്. വേദനകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകുന്നത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ. ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എല്ലാവർക്കും അവൻ കരുണ ചെയ്യും. അർ-റഹീം കരുണാനിധിയായവൻ. ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രം നാളെ പരലോകത്ത് കരുണ ചെയ്യുന്നവൻ, കരുണാനിധിയായവൻ. കരുണയെ അവൻ നിധിയായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പ്രവാചകന്റെ ഒരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം: ജഅലല്ലാഹു റഹ്മ മിഅത ജുസ്ഇൻ. അള്ളാഹു കാരുണ്യത്തെ 100 ഭാഗമായി ഓഹരിച്ചിരിക്കുന്നു. ഫഅംസിക ഇൻദഹു 99 ജുസ്അ. അതിൻ്റെ 99 ഭാഗത്തെയും അള്ളാഹു പിടിച്ചു വച്ചിരിക്കുന്നു. വഅൻസല ഫിൽ അർദ്. അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് ജുസ്അൻ വാഹിദ, അതിൻ്റെ ഒരൊറ്റ ഭാഗമാണ്. സഹോദരങ്ങളെ, ആ ഒരൊറ്റ ഭാഗമാണ് ഫമിൻ ദാലിക്കൽ ജുസ് യതറാഹമുൽ ഖൽഖ്. നമ്മുടെ മക്കളോട് കാണിക്കുന്ന സ്നേഹം, മാതാപിതാക്കൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, സഹജീവികളോട് കാണിക്കുന്ന സ്നേഹം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബിയെ പറയുക, എൻ്റെ അടിമകളോട് ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നെൻ്റെ ദാസന്മാരെ അങ്ങ് അറിയിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തൻ്റെ അനുചരന്മാരെ ഉണർത്തി, നിങ്ങളുടെ നോമ്പ് കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങളാരും സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല. സ്വഹാബികൾ ആകെ അപ്സെറ്റായി. അവർ സ്വഹാബികൾ റസൂലിനോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ്? ഞാനും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പ്രവാചകൻ ചേർത്തു പറഞ്ഞു, ഇല്ല അൻ യഗ്തമദനിയല്ലാഹു ബിറഹ്മ. അവൻ്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിഞ്ഞാലല്ലാതെ, നമ്മുടെ നമസ്കാരം കണ്ടിട്ട്, നമ്മുടെ സൽപ്രവർത്തനം കണ്ടിട്ട്
നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന ദാനധർമ്മത്തിലെ ഉദ്ദേശശുദ്ധി കണ്ടിട്ട് റബ്ബിന് നമ്മളോട് അതിരറ്റ സ്നേഹവും കാരുണ്യവും ഉണ്ടാകണം. അങ്ങനെ കാരുണ്യം കൊണ്ട് മൂടി പൊതിഞ്ഞാലല്ലാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ആ റബ്ബിൻ്റെ കാരുണ്യം നമ്മളിലുണ്ടാകണമെങ്കിൽ സഹജീവികളോടും സമസൃഷ്ടികളോടും രോഗികളായി കഴിയുന്ന നമ്മുടെ മാതാപിതാക്കളോട്, അതുപോലെ നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവികളോട് ഒക്കെ കരുണ കാണിക്കണം. കരുണ പറ്റിപ്പോയ ഇക്കാലം, കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകളിൽ നാം കണ്ടു, ഒരു നഴ്സറി സ്കൂളിൽ ഒരു കുട്ടി മൂത്രമൊഴിച്ചു എന്നതിൻ്റെ പേരിൽ അധ്യാപിക ക്രൂരമായ ആ കുട്ടിയെ ഉപദ്രവിച്ചു. പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ നമ്മൾ കണ്ടു. സ്നേഹവും കാരുണ്യവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ സ്നേഹിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു